അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം. ലോകങ്ങളെല്ലാം കോപാഗ്നിയിൽ ദഹിപ്പിക്കുന്ന വിധം നിൽക്കുന്ന ലക്ഷ്മണനെ ആനന്ദസ്വരൂപനും ഭക്തജന സമൂഹത്തിന് കൽപ്പവൃക്ഷം പോലെ ഉള്ളവനുമായ ശ്രീരാമൻ മന്ദസ്മിതത്തോടെ മെല്ലെ അടുത്ത് ചെന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു: വത്സ, ലക്ഷ്മണ, നീ മത്സരബുദ്ധി വെടിഞ്ഞ് എൻ്റെ വാക്കുകൾ കേൾക്കണം. നിന്നോട് തത്വം മുൻപേ എനിക്കറിയാം. നിനക്കെന്നോടുള്ള വാത്സല്യം മറ്റാർക്കുമില്ല. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. എങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുക. ഈ കാണുന്ന വിശ്വവും രാജ്യവും ധാന്യവും ധനവും സത്യമാണെങ്കിലേ നിന്റെ പ്രയത്നയുക്തമാവുകയുള്ളൂ. അതല്ല വിഫലമാണ്. സുഖങ്ങളെല്ലാം മിന്നൽ പോലെ അസ്ഥിരമാണ്. ആയുസ്സും വേഗത്തിൽ നഷ്ടപ്പെടുമെന്ന് ഓർക്കുക. ചുട്ടുപഴുത്ത് ഇരുമ്പിന്മേൽ വെള്ളത്തുള്ളികൾ വീണതുപോലെ പെട്ടെന്ന് നശിക്കുന്നതാണ് മനുഷ്യജന്മം. പാമ്പിന്റെ തൊണ്ടയിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ട ജനങ്ങളിൽ ചഞ്ചലമായ മനസ്സോടെ സുഖഭോഗങ്ങൾ തേടുന്നു. ലക്ഷ്മണോപദേശം. വത്സ, സൗമിത്രേ, കുമാര, നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും. എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നിൽ അസാധ്യമായി എല്ലാരു കർമ്മവും. നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം. അതല്ലായിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. വേഗേന നഷ്ടമായി ആയുസ്സു മൂർഖ നീ. വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം. മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകലസ്തമാം ദർദുരം. ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലഹിന പരിഗ്രസ്തമാലോകവും. ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം. എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമായ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു. നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണ.
അല്പമായുസും നിരൂപിതമാം